ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങളുടെ ജോഗ്രഫിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചോദ്യം എന്തായാലും നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയിൽ കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആദ്യ ചോദ്യം ഇങ്ങനെയാണ് പിടിച്ചോ. കമ്പയർ ദ 3 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ 3 മേഖലകളെ താരതമ്യം ചെയ്യാൻ എന്നൊരു ചോദ്യം. ഒരു 5 മാർക്കിന് ഒരു 4 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കും. ഇനി ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിലും ഈ ടോപ്പിക്ക് എന്തായാലും ചോദ്യം ചോദിക്കും. പിടിച്ചോ. ആദ്യം ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമിക്ക് 3 എക്കോണമി ഉണ്ട്, അല്ലെ 3 സെക്ടേഴ്സ് ഉണ്ട്, അല്ലെ. ഒന്നാണ് പ്രൈമറി സെക്ടർ, നമ്മൾ തന്നെ മലയാളത്തിൽ വിളിക്കും പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല നമ്മൾ ഇതിനെ വിളിക്കുക. രണ്ടാമതോ സെക്കൻഡറി സെക്ടർ നമ്മൾ എന്ത് വിളിക്കും? ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല നമ്മൾ വിളിക്കാറുണ്ട്. മൂന്നാമതാണ് എന്താ? ടേർഷ്യറി സെക്ടർ നമ്മൾ എന്ത് വിളിക്കും? തൃതീയ മേഖല, അല്ലെ. ഇതിന് വേറെ പേരുകളുണ്ട്. ആദ്യം നിങ്ങൾ ഈ 3 കാര്യം പഠിച്ചൊക്കെ അല്ലെ. ആദ്യം ഇതിന് ഈ പ്രൈമറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? അഗ്രികൾച്ചർ സെക്ടർ. നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? കാർഷിക മേഖല എന്ന് അറിയപ്പെടാറുണ്ട്. എന്താ അതിനെ കാർഷിക മേഖല എന്ന് വിളിക്കാൻ കാരണം പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന പ്രൊഡക്ഷൻ എവിടെ നടക്കുന്നത്? അഗ്രികൾച്ചർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാഥമിക മേഖല നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഗ്രികൾച്ചർ സെക്ടർ. ഫോർ എക്സാമ്പിൾ കൃഷി ആയിക്കോട്ടെ, മൈനിങ് ആയിക്കോട്ടെ, ഫിഷിംഗ് ആയിക്കോട്ടെ, ഫോറസ്ട്രി ആയിക്കോട്ടെ, ഇതൊക്കെ എന്തുമായി ബന്ധം? കൃഷിയുമായി, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട, അല്ലെ, പ്രകൃതിയുമായി ഡയറക്റ്റ് ഇടപെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഗ്രികൾച്ചർ സെക്ടർ എന്ന് വിളിക്കുന്നത്. നിർബന്ധമായും ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ കൃഷി പഠിച്ചു വെക്കുക, ഡയറി ഫാം പഠിച്ചു വെക്കുക, ഫിഷിംഗ്, ഫോറസ്റ്റ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? പ്രൈമറി സെക്ടർ, പ്രാഥമിക സെക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി രണ്ടാമതാണ് ദ്വിതീയ മേഖല. നമ്മൾ ഇതിനെന്ത് വിളിക്കാറുണ്ട്? മാനുഫാക്ചറിംഗ് സെക്ടർ. നമ്മൾ എന്ത് വിളിക്കും? പിന്നെ മാനുഫാക്ചറിംഗ് അഥവാ നിർമ്മാണ മേഖല. നിർമ്മാണ മേഖല. കാരണം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്ന മേഖല, അല്ലെ. അതായത് പ്രൈമറി സെക്ടറുള്ള സാധനത്തിന്റെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തി ഒരു പുതിയ സാധനമാക്കി മാറ്റുക. ഫോർ എക്സാമ്പിൾ ഈ ചെയറിനെ പറ്റി നോക്ക് നിങ്ങൾ. ഈ ചെയർ പ്രൈമറി സെക്ടറിൽ മരം, അല്ലെ. ഈ മരം കട്ട് ചെയ്യുന്നു, ആ മരത്തിന്റെ രൂപം മാറ്റിയിട്ട് വേറൊരു സാധനമാക്കി മാറ്റുക. പ്രൈമറി സെക്ടറിലെ സാധനം രൂപമാറ്റം വരുത്തി ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഒരു പുതിയ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ സെക്ടറെ വിളിക്കുന്നവരാണ് മാനുഫാക്ചറിംഗ് സെക്ടർ, നിർമ്മാണ മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് വിളിക്കും. കൃത്യമായി എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുക. എന്നൊരു കാർ മാനുഫാക്ചറിങ് അതായിക്കോട്ടെ, ഒരു സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് എക്സാമ്പിൾസ് ആയി നമുക്ക് കണക്കാക്കാം. ഇനി നമ്മൾ മൂന്നാമത്തെ എക്കോണമിയാണ് ടേർഷ്യറി സെക്ടർ ആണ്. സർവീസ് മേഖല നമ്മൾ എന്ത് വിളിക്കും? സേവന മേഖല. സേവന മേഖല. നമ്മൾ എന്താ അതിന്റെ സർവീസ് സെക്ടർ, സേവന മേഖല എന്ന് വിളിക്കാൻ കാരണം പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലാണ് ടേർഷ്യറി സെക്ടറിന്റെ പ്രധാനപ്പെട്ട ജോലി, അല്ലേ. എക്സാമ്പിൾസ് നോക്കിയാൽ നമുക്ക് അതില്ല ഗതാഗതമുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതമുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ സർവീസ് സെക്ടറിലെ എക്സാമ്പിൾസ് ആണ്. കൃത്യമായി ഈ 3 സെക്ടറിനെയും പഠിച്ചു വെക്കുക. അതുപോലെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ഈ 3 സെക്ടറും ഇന്റർ റിലേറ്റഡ് ആണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലെ. വേണമെങ്കിൽ ആ ഒരു ചോദ്യം സെപ്പറേറ്റ് ചോദിക്കാന്ന് വിചാരിക്കുക. പ്രൂവ് ദ 3 സെക്ടേഴ്സ് ആർ ഇന്റർ റിലേറ്റഡ്. ഈ പറഞ്ഞ 3 സെക്ടറും ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? സിമ്പിൾ ആയിട്ട് ഒരു ഷുഗർ കെയിൻ നമ്മൾ എക്സാമ്പിൾ പഠിച്ചാണല്ലോ. ആ കരിമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഒരു കരിമ്പിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ആ എക്സാമ്പിൾ ത്രൂ എഴുതി വെച്ചാൽ മതി. കരിമ്പ് ആദ്യം എന്താണ്? അഗ്രികൾച്ചർ സെക്ടറിൽ നടക്കുന്ന കരിമ്പ് ഉണ്ടാക്കുന്ന കരിമ്പ് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നു, ലോറി കയറ്റി ഫാക്ടറിയിൽ കൊണ്ടുപോകുന്നു. ലോറി ഏത് മേഖലയാണ്? ട്രാൻസ്പോർട്ടേഷൻ ഏത് മേഖലയാണ്? സർവീസ് സെക്ടറാണ്. പിന്നെ അത് സെക്കൻഡറി സെക്ടറിൽ എത്തുന്നു, അവിടെ നടന്നിരുന്നത് അത് ജാഗ്രിയാക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷുഗർ ആക്കി മാറ്റുന്നത്, അല്ലെ. സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് നമുക്ക് പ്രൂവ് ചെയ്യാനും സാധിക്കും. റെഡി? അപ്പോൾ ഈ ഒരു ചോദ്യം നിർബന്ധം നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ 3നെ പറ്റി കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യം ഒരു എസ്എ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള 5 മാർക്കിന്റെയോ 6 മാർക്കിന്റെയോ ലെവൽ ചോദ്യമായി വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇത്. കമ്പയർ ദ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സംഘടിത മേഖലയും അസംഘടിത മേഖലയും താരതമ്യം ചെയ്യുന്ന ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. നിർബന്ധമായും എന്താണ് സംഘടിത മേഖല, എന്താണ് അസംഘടിത മേഖല നിങ്ങൾ പഠിച്ചു. എന്താ സംഘടിത മേഖല നോക്കി നിങ്ങൾ? എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ? ഓർഗനൈസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിൽ വരുത്തിയ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനം രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്ത്? ഓർഗനൈസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇൻ കോൺട്രാക്ട് ഓർഗനൈസ് സെക്ടർ ഓപ്പറേറ്റ് വിത്തൗട്ട് എ ലാർജ് ലീഗൽ. ഇത് അൺഓർഗനൈസ് ആണ്, അല്ലേ. ഓക്കെ, അപ്പൊ ഇത് അൺഓർഗനൈസ് ആണ്. സോറി. അപ്പോൾ ആദ്യം നമുക്ക് ഓർഗനൈസ് നോക്കാം. എവിടെ അൺഓർഗനൈസ്? ഓ മൈ ഗോഡ്, ഓർഗനൈസ് ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോലുള്ള. കുഴപ്പമില്ല. ഓർഗനൈസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള നിയമങ്ങൾ, കമ്പനി ആക്ടിന്റെയും അതുപോലെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്നതാണ് എന്താ? ഈ പറഞ്ഞ ഓർഗനൈസ് സെക്ടർ, അല്ലേ. ഓർഗനൈസ് സെക്ടർ എന്താണ്? കൃത്യമായി ഒരു ലോന്റെ, ഒരു നിയമത്തിന്റെ ചട്ടക്കൂടിലായിരിക്കും എന്ത് പ്രവർത്തിക്കുക? ഒരു ഓർഗനൈസ് സെക്ടർ പ്രവർത്തിക്കുക. ഇവിടെ ഒരു അൺഓർഗനൈസ് സെക്ടർ ആണെന്ന് നോക്കി നിങ്ങൾ. അൺഓർഗനൈസ് സെക്ടർ ഓപ്പറേറ്റ് വിത്തൗട്ട് എ ലാർജ് ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് ഓഫൻ ലാക്സ് ഓഫ് പ്രോപ്പർ അക്കൗണ്ടിങ്. എന്തുണ്ടായിരിക്കില്ല? കൃത്യമായ രീതിയിൽ ഉള്ള
ഉള്ള ഒരു നിയമത്തിന്റെ ചട്ടക്കൂടിലൊന്നും പ്രവർത്തിക്കാത്ത ഒരു സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. അല്ലേ? ഇതിന്റെ ഏറ്റവും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദ്യം വരെ ഈ ഒരു ഭാഗമാണ്. രണ്ടിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്തൊക്കെയാണ് ഓർഗനൈസ് സെക്ടർ, എന്തൊക്കെയാണ് അൺഓർഗനൈസ് സെക്ടർ, കൃത്യമായി പഠിച്ചു വെക്കണം. ഓർഗനൈസ് സെക്ടറിന്റെ ആദ്യത്തെ പ്രത്യേകത എന്താ? രജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് സെക്ടർ ആണ്. ഇത് കൃത്യമായ രീതിയിൽ ആസ് പെർ ദ ലോ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു തൊഴിലിടമാണ്. എന്നാൽ അൺഓർഗനൈസ് സെക്ടറോ നോ അൺരജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് സെക്ടർ ആണ്. അവിടെ അത് എവിടെയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ഗവൺമെന്റ് കീഴിലും അങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതായി ഒരു തെളിവുണ്ടായി. പക്ഷെ ഇത് അങ്ങനെയല്ല, കൃത്യമായി രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. രണ്ടാമത് നോക്ക് നിങ്ങൾ, പെർമനന്റ് ജോബ് എൻഷുർ, ഒരു സ്ഥിരം ജോലി എവിടെ ഉണ്ടായിരിക്കും? ഒരു സ്ഥിരം ജോലി എവിടെ ഉറപ്പ് നൽകുന്നുണ്ട്? ഓർഗനൈസ് സെക്ടർ ജോലി ഒരു ഉറപ്പ് നൽകുന്നുണ്ട് അല്ലേ? പക്ഷെ ഇവിടെയോ, ഇവിടെ ഒരു നോ അഷുറൻസ് ഓഫ് പെർമനന്റ് ജോബ്. ജോലി അന്നുണ്ടെങ്കിലും ഇല്ല, പിന്നെ ഇല്ലെങ്കിൽ എന്താ? ഇല്ല. ആ രീതിയിലാണ് ഒരു സ്ഥിര ജോലി നമുക്ക് അവിടെ ഉറപ്പ് ലഭിക്കുന്നില്ല. ഇനി കമ്പാരിറ്റീവ്ലി ഹൈ സാലറി ആണ് ഓർഗനൈസ് സെക്ടർ. എന്താണ് താരതമ്യേന ഉയർന്ന ശമ്പളമാണ് അവിടെ കിട്ടുന്നത്. എന്താണ് കമ്പാരിറ്റീവ് ലോ, പിന്നെ ഇവിടെ കമ്പാരിറ്റീവ് ലോ സാലറി ആണ്. വളരെ ചെറിയ കുറഞ്ഞ ശമ്പളമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി, തൊഴിൽ സുരക്ഷ അവിടെ ലഭിക്കുന്നുണ്ട്. ഓർഗനൈസ് സെക്ടർ ലഭിക്കുന്നുണ്ട്. അൺഓർഗനൈസ് സെക്ടർ എന്ത് ലഭിക്കുന്നില്ല? അവിടെ ജോബ് സുരക്ഷയില്ല, തൊഴിൽ സുരക്ഷയുടെ അഭാവം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. സോ ദിസ് ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായി പഠിച്ചിരിക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. എല്ലാവരും ലൈവിലേക്ക് എത്തുക. അപ്പോൾ ബാക്കി ഇനി നിങ്ങൾ ടോപ്പിക് ഏതെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വേഗം ഒരു ലൈക്ക് തരാൻ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പരീക്ഷ അടിപൊളിയാവട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. പോസിറ്റീവായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.